പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് വ്യാഴസംക്രമം സംഭവിക്കുകയാണ്. 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിലാണ് ഈ സംക്രമം നടക്കുക. കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒട്ടേറെ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം അത്ര കണ്ട് ഗുണകരവും ആയിരിക്കുകയില്ല. 12 വർഷത്തിന് ശേഷമാണ് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി തൊട്ട് മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. 12 രാശികളിലായിട്ട് നിലകൊള്ളുന്ന 27 നക്ഷത്രങ്ങൾക്കും വ്യാഴത്തിന്റെ പ്രഭാവം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിർണയിച്ചു വേണം ഈ കാലഘട്ടത്തിൽ ദോഷങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാഴമാറ്റത്തെയും വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം വർദ്ധിച്ചു വരാനുള്ള പരിഹാരങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ഇന്ന് മകരക്കൂറിനെ കുറിച്ചാണ് പറയുന്നത്. വ്യാഴമാറ്റം മകരക്കൂറുകാർക്ക് എപ്രകാരം ബാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഉത്രാടത്തിൻ്റെ ബാക്കി 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് 3, 12 ഭാവാധിപനായ വ്യാഴം 6-ാം ഭാവത്തിൽ നിന്നും 7-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 7-ാം ഭാവത്തിൽ സംക്രമിക്കുന്ന വ്യാഴം മകരൻ രാശിയിലേക്കും 3-ാം ഭാവത്തിലേക്കും 11-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു. 7-ാം ഭാവത്തിൽ വ്യാഴം സംക്രമിക്കുമ്പോൾ വളരെയധികം ദൈവാധീനമുള്ള സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന സമയക്കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കാലം അലട്ടിക്കൊണ്ടിരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ കുറച്ച് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വിദേശത്ത് നിന്നുള്ള ചില വ്യക്തികളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അറിയാത്ത ചില ബിസിനസ്സുകളിൽ ചെന്ന് തലവയ്ക്കാൻ സാധ്യതയുള്ള കാലഘട്ടമായതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള ഇടപാടുകളിലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശേഷ പൂജകൾ നടത്തുക, മാത്രമല്ല ഈശ്വര കടാക്ഷം കൂടി വരിക തുടങ്ങിയ കാണുന്നുണ്ട്. ഇതുവരെ വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ വിവാഹബന്ധം വേർപിരിയാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് താമസം നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇനിയുള്ള കാലയളവിൽ അതിനുള്ള സാധ്യത ഏറി വരുന്നതാണ്. കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ ഭാഗത്ത് വിജയം കിട്ടുന്നതിനുള്ള സാധ്യത ഏറുന്ന കാലഘട്ടമാണ്. പുതിയ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് മനസ്സിന് കുറച്ച് മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. ബന്ധുമിത്രാദികളുമായി കൂടുതൽ നേരം സഹകരിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. പിണങ്ങിയിരുന്ന ചില വ്യക്തികൾ ആ പിണക്കം മറന്ന് നമ്മളുമായിട്ട് വീണ്ടും യോജിപ്പിലെത്തുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെങ്കിലും അധികം ദീർഘിപ്പിക്കാതെ അത് മാറി വരുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പുതിയ തലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സീറ്റൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ വിദേശത്ത് കുട്ടിയെ വിട്ട് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നവർ കുട്ടി പോകുന്ന സ്ഥലത്തെക്കുറിച്ചും പഠിക്കാൻ പോകുന്ന
ആ സ്ഥാനത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ടാകണം. ചില തട്ടിപ്പുകളിലൊക്കെ ചെന്ന് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. വിദേശയാത്രകൾ ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമാണ്. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭ്യമാകുന്നതാണ്. പാർട്ട്നേഴ്സുമായിട്ട് യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ചില ബിസിനസ് സംരംഭങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നതിനെക്കുറിച്ച് ചില ചിന്തകളൊക്കെ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. അധ്യാപകർക്ക് കുറച്ച് ടെൻഷൻ വരുന്ന കാലഘട്ടമാണ്. എന്നാൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും കാണുന്നുണ്ട്. പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. പല വിഷയങ്ങളിലും നമുക്ക് മുൻപില്ലാത്തതുപോലെ ഊർജ്ജസ്വലതയോടുകൂടി ഇറങ്ങി പുറപ്പെടാൻ കഴിയുന്നതാണ്. കാര്യങ്ങളെ നിരീക്ഷിച്ച് ചെയ്യുന്നതുകൊണ്ട് അബദ്ധങ്ങൾ അധികം വന്നുകൂടാൻ സാധ്യതയില്ല. പക്ഷേ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലുമൊക്കെ ശ്രദ്ധയില്ലാതെ നിക്ഷേപിക്കരുത് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. കുടുംബത്ത് സഹോദരി സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ബന്ധുമിത്രാദികളിൽ നിന്ന് ചില സഹായ സഹകരണങ്ങൾ കൂടി ലഭ്യമാകുന്ന കാലഘട്ടമാണ്. പേരും പ്രശസ്തിയും വർദ്ധിച്ചു വരും. സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചുകൂടി തിളങ്ങാനൊക്കെ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. സിനിമ, സംഗീതം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം ഗുണകരമായി ഭവിക്കുന്നതാണ്. വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കൊണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ ചില തർക്കങ്ങളുണ്ടായി വരാം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അമിതമായിട്ടുള്ള ധിക്കാര മനോഭാവം ഉണ്ടെങ്കിൽ അത് കുറച്ചെടുക്കുന്നത് വ്യക്തിബന്ധങ്ങളിൽ നല്ല ദൃഢത വരുത്തുന്നതിന് കാരണമായി ഭവിക്കുന്നതാണ്. മകരം രാശിയുടെ 3-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. വളരെയധികം ഗുണാനുഭവങ്ങൾ ചൊരിഞ്ഞാണ് ശനി സംക്രമിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ തിരികെ ലഭിക്കാനും, മാത്രമല്ല കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവിൽ ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എങ്കിലും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും നമ്മുടെ കൈവെള്ളയിൽ എത്തിച്ചേരുന്ന ഭാഗ്യം കൂടുതൽ വർദ്ധിച്ചുവെന്ന് നമുക്ക് തന്നെ അത് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ഈശ്വരീയമായ പുണ്യം ആവശ്യമാണ്. അതിനുള്ള ചില പരിഹാര കാര്യങ്ങളും കൂടി നിർദ്ദേശിക്കാം. വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും തുളസിയിലകൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, പാൽപ്പായസം കഴിപ്പിക്കുക, ഇവ ഗുണകരമാണ്. മഹാലക്ഷ്മി യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിലണിയുക. ശിവന് പ്രദോഷം തോറും ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക. കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെന്ന മട്ടിൽ 3 വട്ടമെങ്കിലും പോയി പ്രാർത്ഥനകൾ നടത്തുക, വഴിപാടുകൾ നടത്തുക. വീട്ടിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗവതി സേവ ആദിയായ പൂജാ പദ്ധതികൾ നടപ്പിൽ വരുത്തുക. ശനിയാഴ്ച ദിവസം ദീനർക്ക് ദാനം നൽകുക മുതലായവ ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് ഈശ്വരവിലാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഈ വ്യാഴമാറ്റം നമുക്ക് വളരെ നേട്ടങ്ങളുണ്ടാക്കുന്ന ഒന്നായി മാറും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.